ഫിയോൺ ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കട്ട് വർക്ക് സാരി കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ ഒത്തിരി തവണ കട്ട് വർക്ക് സാരി കൊണ്ട് വന്നിരുന്നു. ഈ തവണ വന്നിരിക്കുന്നത് ഒരു ക്രിഷ്ട ഓർഗൻസ കട്ട് വർക്ക് സാരിയാണ്. നമുക്ക് എത്ര റഫ് യൂസ് ചെയ്യുന്നതിനും യാതൊരു പ്രോബ്ലം ഇല്ലാത്ത മെറ്റീരിയൽ. ഇതുണ്ടോ, വളരെ സോഫ്റ്റായിട്ട് ഇത് കിടന്നോളും. അങ്ങനെ ഫ്ലീറ്റ്സ് ആയാലും വൺ ഫ്ലീറ്റഡ് ആയിട്ടും അതുപോലെ കുഞ്ഞു കുഞ്ഞു ഫ്ലീറ്റഡ് ആയിട്ടും നമുക്കിതിനെ വെയർ ചെയ്യാനും പറ്റും. ഇങ്ങനെയാണ് ഇതിൻ്റെ കട്ട് വർക്ക് വരിക. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസിൻ്റെ സൈഡിലും ഇതേ കട്ട് വർക്ക് തന്നെ വരുന്നുണ്ട്. ഇതിൻ്റെ മറ്റ് കളറുകൾ നമുക്കൊന്ന് കാണാം. ഇത് മറ്റൊരു ഷെയ്ഡാണ്, ഒരു ഓണിയൻ പിങ്ക് ഷെയ്ഡ്. ഇതിൽ കട്ട് വർക്ക് വരുന്നത് എങ്ങനെയാണ്? കട്ട് വർക്ക്, എംബ്രോയ്ഡറി വർക്ക്, പിന്നെ സൈഡ് സ്കാലപ്പും കൂടിയാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു ഫുള്ളായിട്ടും വരുന്നത്. പല്ലുവിൽ സ്കാറ്റേഡായിട്ട് എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. അതാത് കോമ്പിനേഷൻ. ഇത് ഒണിയൻ പിങ്കിൻ്റെ അതേ കോമ്പിനേഷനിൽ തന്നെ നല്ലൊരു ഇതിലാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ കട്ട് വർക്ക് വരിക. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഇതേ വർക്ക് തന്നെ ഫുള്ളായിട്ടും വരുന്നു. ബോഡി പാർട്ട് ഇങ്ങനെയാണ് വരിക. ബോഡി പാർട്ടിൻ്റെ ഈ സൈഡിൽ പ്ലീറ്റിൻ്റെ ഭാഗം വരെയും ഈ സൈഡിൽ കംപ്ലീറ്റ് ആയിട്ടും ഈ വർക്ക് വരുന്നു. പിന്നെ പ്ലീറ്റ്സിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ലോവർ പോർഷനിൽ അതേ വർക്ക് തന്നെ വരുന്നു. ഹാഫായിട്ട് എംബ്രോയ്ഡറി വർക്കും വരുന്നു. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 2615. എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് റാണി പിങ്ക്. റാണി പിങ്കിലാണ് ഈ കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും കൂടെ വന്നിരിക്കുന്നത്. നമുക്ക് അതിൻ്റെ ഭംഗി കാണുമ്പോൾ തന്നെ അറിയാം. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു പോർഷൻ വരുന്നത്. ഫുള്ളായിട്ടും ഇങ്ങനെ വരുന്നു കട്ട് വർക്ക്. അതുപോലെ എംബ്രോയ്ഡറി വർക്കിൻ്റെ ആ കളേഴ്സ് അതാതിന് മാച്ച് ചെയ്യുന്ന ആ കളറിലാണ് വന്നിരിക്കുന്നത്. അതുപോലെ വിത്ത് ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഇതേ വർക്ക് തന്നെ വരുന്നു. പല്ലുവിൽ സ്കാറ്റേഡായിട്ട് ഈ എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. ബോഡി പാർട്ടിലേക്ക് വരുമ്പോഴും ആ എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. ഈ സൈഡിൽ പ്ലീറ്റഡിൻ്റെ ഭാഗം വരെയും ഈ സൈഡിൽ കംപ്ലീറ്റ് ആയിട്ടും ഇതേ വർക്ക് തന്നെ വരും. നമുക്കിത് വൺ പ്ലീറ്റഡ് ആയിട്ടും ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റഡ് ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും. ബോഡി പാർട്ടിൽ ഇങ്ങനെയാണ് താഴ്ഭാഗത്ത് ആ എംബ്രോയ്ഡറി വർക്കും കട്ട് വർക്കും കൂടെ വന്നിരിക്കുന്നു. അതുപോലെ ഹാഫ് വരെ ആ എംബ്രോയ്ഡറി വർക്കും വന്നിരിക്കുന്നു. റേറ്റ് വരുന്നത് 2615. ഇത് ഞാൻ വേറെ ഇരിക്കുന്ന സെയിം കളറിൽ തന്നെയാണ് ഇത് വന്നിരിക്കുന്നത്. ഇതിൻ്റെ എംബ്രോയ്ഡറി വർക്കിലുള്ള കളർ ഡിഫറൻസ് ആണ് വരിക. നമുക്കൊരു പാർട്ടി വെയർ ആയിട്ടൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. നല്ലൊരു എലഗൻറ്റ് ലുക്കിൽ തന്നെ എല്ലാ കളറുകളാണ്, നല്ല ഭംഗിയുള്ള കളറുകളും. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ല് വരുന്നത്. ഇതിൻ്റെ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നത് സെയിം തന്നെയാണ്, പക്ഷേ ഇതിൻ്റെ ഈ ഡിസൈനിൽ മാറ്റമുണ്ട് എംബ്രോയ്ഡറി വർക്കുകളുടെ. പിന്നെ പല്ലുവിൽ ഇങ്ങനെ ഫുള്ളായിട്ട് തന്നെ ഇങ്ങനെയാണ് വരുന്നത്. ഈ കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും സ്കാറ്റേഡായിട്ടും എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. ഈ ഭാഗത്ത് ഇത് കംപ്ലീറ്റ് ആയിട്ടും ലോവർ പോർഷനിൽ ഈ വർക്ക് വരുന്നുണ്ട്. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലുള്ള വർക്കാണിത്. ഉണ്ടോ, ഇങ്ങനെ സ്ലീവിൻ്റെ എൻഡിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഈ വർക്ക് വരുന്നു. പിന്നെ ഇതിൻ്റെ ബോഡി പാർട്ടിൽ ഈ ഭാഗത്ത് പ്ലീറ്റഡിൻ്റെ ഭാഗം വരെയും ഇത് കംപ്ലീറ്റ് ആയിട്ടും വരുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ ബാക്കിയുള്ള പോർഷൻ വരുന്നത്. റേറ്റ് 2615. ഇതും ഒണിയൻ പിങ്കിലാണ്. ഇതിൻ്റെ തന്നെ ഞാനൊരു കളർ നേരത്തെ കാണിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ എംബ്രോയ്ഡറി വർക്കിൻ്റെ ഈ ഡിഫറൻസാണ് അതിൽ വരുന്നത്. കളറുകൾ സെയിം തന്നെ, എംബ്രോയ്ഡറി വർക്കിലുള്ള ഈ കളർ ചേഞ്ച് മാത്രമേ വരുന്നുള്ളൂ. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. അതുകൊണ്ട് ഇതിലുള്ള ഈ കട്ട് വർക്ക് ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരിക. കട്ട് വർക്ക്, എംബ്രോയ്ഡറി വർക്ക്, സ്കാലപ്പ് വർക്ക് ഇങ്ങനെ ഫുള്ളായിട്ടും വരുന്നു. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഇതേ വർക്ക് തന്നെയാണ് വരിക. പിന്നെ ബോഡി പാർട്ടിൽ സ്കാറ്റേഡായിട്ട് എംബ്രോയ്ഡറി വർക്ക് വരുന്നു. ഈ സൈഡിൽ ലോവർ പോർഷനിൽ കംപ്ലീറ്റ് ആയിട്ടും ഈ വർക്ക് വരും. നല്ല ഭംഗിയുള്ള വർക്ക് തന്നെയാണ്. ഈ ഭാഗത്ത് പ്ലീറ്റഡിൻ്റെ ഭാഗം വരെ വരുന്നുള്ളൂ. ഇങ്ങനെയാണ് ഈ സാരി ഓൾ ഓവർ വരിക. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ. നമുക്ക് എത്ര റഫ് യൂസ് വേണമെങ്കിലും ഈ സാരി നമുക്ക് വെയർ ചെയ്യാൻ പറ്റും, റഫ് യൂസിന് പോലും. റേറ്റ് വരുന്നത് 2615. ഇത് റാണി പിങ്ക് ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇതിൻ്റെ എംബ്രോയ്ഡറി വർക്കിലുള്ള ഡിഫറൻസ് ആണ് ഇത് വരുന്നത്. ഇത് കണ്ടോ, ഇതിൻ്റെ സൂം ചെയ്ത് കാണിച്ചു തരാം. ഇതിൻ്റെ എംബ്രോയ്ഡറി വർക്ക് കണ്ടോ, ഇങ്ങനെയാണ് വരിക. എംബ്രോയ്ഡറി വർക്ക് വരുന്നു, കട്ട് വർക്ക് വരുന്നു, സ്കാലപ്പ് വർക്ക് വരുന്നു. പല്ലുവിൽ ഫുള്ളായിട്ടും വരുന്നു. അങ്ങനെ വരുന്നു. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലുള്ള വർക്കാണ് ഇങ്ങനെ വരിക. ബോഡി പാർട്ടിൽ സ്കാറ്റേഡായിട്ട് ഈ എംബ്രോയ്ഡറി വർക്ക് വരുന്നു. ലോവർ പോർഷനിൽ
ഈ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ഭാഗത്ത് പ്ലീറ്റിൻ്റെ ഭാഗം വരെയുള്ളൂ. നമുക്ക് എത്ര റഫ് യൂസ് ചെയ്താലും യാതൊരു കംപ്ലൈൻറ്റും ഉണ്ടാകാത്ത ഒരു മെറ്റീരിയലും കൂടിയാണ് ഇത്. ഇതാണ് ഇതിൻ്റെ ബോഡി പാർട്ട്. ഒരു ഹാഫായിട്ട് എംബ്രോയ്ഡറി വർക്ക് വരുന്നു, താഴ്ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ടും ആ വർക്ക് വരുന്നു. റേറ്റ് വരുന്നത് 2615. ഇതൊരു മെറൂൺ ഷെയ്ഡിലാണ്. ഇത് സോഫ്റ്റ് സിൽക്കിലും കൂടിയാണ് ഈ കട്ട് വർക്ക് വരുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ കട്ട് വർക്ക് വരിക. ഇതുണ്ടോ, സെൽഫ് കട്ട് വർക്ക് തന്നെ. ഇങ്ങനെ ഫുള്ളായിട്ടും വരുന്നു. സ്കാറ്റേർഡായിട്ടും ഇതിൽ എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. ബ്ലൗസ് പീസ് പ്ലെയിൻ തന്നെയാണ്. ഇങ്ങനെയാണ് ബോഡി പാർട്ടിൽ വരിക. ഈ ഭാഗത്ത് പ്ലീറ്റഡിൻ്റെ ഭാഗം വരെയും ഈ ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ടും ഈ വർക്ക് വരുന്നു. പിന്നെ ബോഡി പാർട്ട് സോഫ്റ്റ് സിൽക്കിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2135 ആണ്. ഇതൊരു ബ്ലൂ ഷെയ്ഡിലാണ് കട്ട് വർക്ക് വന്നിരിക്കുന്നത്. കട്ട് വർക്കിൻ്റെ ഇത് കണ്ടോ, കളറ് നല്ല ഭംഗിയുള്ള സഫയർ ബ്ലൂ. ആ കളറാണ് അതിനെ കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്നത്. കണ്ടോ, പല്ലു പോർഷൻ ഫുള്ളായിട്ടും വരുന്നു. ഇങ്ങനെയാണ് വരിക. ബ്ലൗസ് പീസ് പ്ലെയിനാണ്. സോഫ്റ്റ് സിൽക്കിലാണ് ഇത് വന്നിരിക്കുന്നത്. ഈ സൈഡിൽ ഈ പ്ലീറ്റഡിൻ്റെ ഭാഗം വരെയും ഈ സൈഡിൽ ഈ വർക്ക് കംപ്ലീറ്റ് ആയിട്ടും വരുന്നു. ഇങ്ങനെയാണ് ബോഡി പാർട്ട് വരിക. ബോഡി പാർട്ടിൽ ഇങ്ങനെ വരുന്നു. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2680 ആണ്. ഇപ്പം ഞാൻ ഒരു 3 ടൈപ്പാണ് ഇതിൽ കാണിച്ചത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഇഷ്ടമാവുകയാണെങ്കിൽ താഴെ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക.